ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു കപ്പ ഉലർത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ആദ്യം ഒരു വലിയ കപ്പ എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കുക. അതിന് ഞാൻ നാലായിട്ട് മുറിച്ചു, അതിൻ്റെ അറ്റമൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നമ്മൾ ക്ലീനാക്കി. ഇങ്ങനെ കപ്പ ഉലർത്തെന്ന് പറഞ്ഞ ഒരു റെസിപ്പി ഞാൻ കഴിക്കുന്നത് ഈ അങ്കമാലിയിലെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട്, അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. കോട്ടയത്തൊന്നും ഇങ്ങനെ കപ്പ ഉലർത്തല്ലേ കപ്പ കൂട്ടാൻ എന്ന് പറഞ്ഞൊരു വെക്കൽ എൻ്റെ അറിവിലില്ല. നമ്മൾ കപ്പ ഉപയോഗിക്കണത് എപ്പോഴും തേങ്ങ അരപ്പൊക്കെ ഇട്ട് അങ്ങനെയാണ് കേട്ടോ. ഇതും ടേസ്റ്റിയാണ്, തേങ്ങ വേണമെന്നൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ആ കപ്പ ചെറുതായിട്ട് നുറുക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നെഗൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല വേവ് കുറവായിരുന്നു, നല്ല വീട്ടിൽ വളർത്തിയ കപ്പയായിരുന്നു കേട്ടോ, നല്ല കപ്പയായിരുന്നു. എന്നിട്ട് ഞാൻ അതിനോട്ട് ഇടാനായിട്ട് കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതും ഒരു 5-6 ചുവന്നുള്ളിയും ഒരു സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം കപ്പ വേവിച്ച് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട്, വെളുത്തുള്ളി ഒരുമാതിരി മൂത്ത് വന്നപ്പോഴത്തേക്കിനും ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് അതിനുശേഷം ആ ഒരു സവോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് ഒരുപാട് മൂക്കണ്ട, എന്നാലൊരു ലൈറ്റ് ബ്രൗൺ ഒരു ഷെയ്ഡൊക്കെ അവിടെ ഇവിടെ ആയി തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളക് മുറിച്ചതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി കപ്പയ്ക്കകത്ത് ചേർത്തേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല ഇതിനകത്തോട്ട്. ഇനിയിപ്പം നമ്മളത് കൂടെ ഇട്ട് ഇളക്കി കഴിയുമ്പം നമ്മുടെ കപ്പ റെഡിയാവും. ഈ വെള്ളം ഒന്ന് പറ്റിയെടുക്കണം. ഓൾറെഡി നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ കപ്പയാണേ. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ കഴിക്കാൻ. നമുക്കിത് ഒരു കറി പോലെയും കൂട്ടാം, അല്ലാതെ കപ്പ നമ്മൾ വേവിച്ച് കഴിക്കാമെന്നുള്ള ഒരു ഇതിൽ കോട്ടയത്തോട്ടൊക്കെ ഉണ്ടാക്കണ പോലെ അങ്ങനെ കഴിക്കാനും നല്ലതാണ്. മീൻ കറിയുടെ കൂടെയും നോൺ വെജിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളെ വീഡിയോസൊക്കെ കാണുന്നതിന് ഒരുപാട് നന്ദി. ഒരുപാട് അകലങ്ങളിൽ നിന്നിരുന്ന അറിയത്തില്ലാത്ത ഒരുപാട് പേര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് കുറച്ച് നമ്പറേ ഉള്ളെങ്കിലും അതിൽ മിക്കവരും എന്നെ അറിയത്തില്ലാത്തവരും ഒക്കെയാണ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.